അപ്പോൾ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന് വൈകിട്ടാണ്. രാവിലെ ഏതോ കുറച്ചാളുകൾ ലീഗിൻ്റെ ഏതാനും പ്രവർത്തകർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗോഷ്ഠി മാത്രമാണ്. പെരിന്തൽമണ്ണ മാനത്തമംഗലം പള്ളിപ്പടി റോഡിന്റെ ഉദ്ഘാടനങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങളാണ് വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മളോടൊപ്പം പെരിന്തൽമണ്ണ നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കൂടെയുണ്ട്. ഇന്നലെ രാവിലെ നടന്ന ജനകീയ ഉദ്ഘാടനത്തെ വലിയ രീതിയിൽ തന്നെ നഗരസഭാ ചെയർമാൻ വിമർശിക്കുകയും അതൃപ്തി അറിയിക്കുകയും ചെയ്തിരുന്നു. അതേപോലെ തന്നെ ഇന്നലെ നടന്ന ജനകീയ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ 3-ാം വാർഡ് കൗൺസിലർ താമരത്ത് സലീം നമ്മളോട് പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനം ഉദ്ഘാടനം ചെയ്യാനുള്ള അധികാരവും അവകാശവും അദ്ദേഹത്തിന് ഉണ്ട് എന്ന രീതിയിൽ അദ്ദേഹം സംസാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങളുടെ ക്രെഡിറ്റ് ഡിവൈഎഫ്ഐ എടുക്കാൻ ശ്രമിക്കുന്നതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു ജനകീയ ഉദ്ഘാടനം നടത്തിയത് എന്നുകൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുന്നത്? 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ റോഡിന് വേണ്ടി 6 ലക്ഷം രൂപ അനുവദിച്ചത്. അനുവദിക്കുന്ന സമയത്ത് അവിടുത്തെ വാർഡ് കൗൺസിലർ പറഞ്ഞു, തുടക്കത്തിലുള്ള 100 മീറ്റർ MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം ആണ് പെരിന്തൽമണ്ണ നഗരസഭ ടാർ ചെയ്യേണ്ടത്. അത് ഞങ്ങൾ അംഗീകരിച്ചു കൊടുത്തു. 100 മീറ്റർ കഴിഞ്ഞ് ബാക്കിയുള്ള ഭാഗം കഴിഞ്ഞ വർഷം തന്നെ ടാർ പൂർത്തിയാക്കി. ഒപ്പം തന്നെ അതിൻ്റെ സൈഡിൽ തങ്ങൾ റോഡ് എന്ന് പറയുന്ന റോഡിനും 2.5 ലക്ഷം അനുവദിച്ചു. എന്നാൽ ഒരു വർഷം കഴിഞ്ഞ് മഴക്കാലം കഴിഞ്ഞിട്ടും റോഡ് പണി നടക്കാത്തപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ അവിടെ ബോർഡ് വെച്ചു, എവിടെ MLA ഫണ്ട് എന്ന് ചോദിച്ചുകൊണ്ട്. അതിന് മറുപടിയായി ടാർ വീപ്പകൾ ഇറക്കി വെച്ചിട്ടുള്ള ഫോട്ടോ അടക്കം MLA ഫണ്ടിൽ വർക്ക് നടത്താൻ പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വളരെ വിശദമായ ഒരു ബാനറും ബോർഡും എല്ലാം അവിടുത്തെ UDFൻ്റെ പേരിൽ പ്രാദേശിക മുസ്ലിം ലീഗിൻ്റെ ആളുകൾ വെച്ചായിട്ട് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടു. ഇതാണ് അവിടെ നടന്ന ആദ്യഘട്ടത്തിലൊരു സംഭവം. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ വർക്ക് പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും MLA വർക്ക് പൂർത്തിയാക്കാത്തപ്പോൾ വീണ്ടും ജനങ്ങൾക്കിടയിൽ വലിയ പ്രയാസങ്ങളുണ്ടായി. അവിടെ ചില അപകടങ്ങൾ നടന്നു, ആളുകൾ വഴിയിൽ വീഴാനുള്ള അവസരമൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഡിവൈഎഫ്ഐക്കാർ നിവേദനവുമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. അടിയന്തരമായി ആ പ്രശ്നം പരിഹരിക്കണം. അങ്ങനെ ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് MLA അനുവദിച്ചു എന്ന് പറഞ്ഞിരുന്ന ഫണ്ട് അവർ തിരിച്ചെടുത്തതായിട്ട് മനസ്സിലാക്കിയത്. സ്വാഭാവികമായി പെരിന്തൽമണ്ണ നഗരസഭ 100 മീറ്റർ അപ്പുറം മുതൽ മുഴുവൻ പൂർത്തിയാക്കിയിട്ടുള്ള റോഡ് കുറച്ചുകൂടി മനോഹരമാക്കണമെങ്കിൽ അടിയന്തരമായി ഇടപെടേണ്ടതുണ്ട്. അങ്ങനെയാണ് കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ പദ്ധതികളെല്ലാം അംഗീകരിച്ച് കഴിഞ്ഞ് അതിൻ്റെ അവസാന ഘട്ടത്തിൽ റിവിഷൻ വന്ന സമയത്ത് പെട്ടെന്ന് തന്നെ 3 വർഷത്തേക്ക് മൾട്ടി ഇയർ പ്രൊജക്റ്റായിട്ട്, കഴിഞ്ഞ വർഷം 50,000, ഈ വർഷം 1.5 ലക്ഷം, ബാക്കിയുള്ളത് അടുത്ത വർഷമാണ്, മൾട്ടി ഇയർ പ്രൊജക്റ്റായിട്ട് ജനങ്ങളുടെ ആവശ്യവും കുറച്ച് ഡിവൈഎഫ്ഐക്കാർ ഉന്നയിച്ച ആവശ്യം അത് ഉടനെ തന്നെ ഞങ്ങൾ ഏകപക്ഷീയമായി പ്രഖ്യാപിക്കുകയല്ല ചെയ്ത്. 2 കൗൺസിലർമാരെയും വിളിച്ചു, ഇവിടെ ഇവർ വന്നിട്ടുണ്ട്, ഡിവൈഎഫ്ഐക്കാർ വന്നിട്ടുണ്ട്, ഞങ്ങളിത് ഉൾപ്പെടുത്തുകയാണെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവരെ കൂടി ബോധ്യപ്പെടുത്തി അവരുടെ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞങ്ങളിത് നടത്തിയിട്ടുള്ളത് എന്നുകൂടി അറിയിക്കുകയാണ്. സ്വന്തം വാർഡിലെ ഒരു പ്രവൃത്തി നഗരസഭാ കൗൺസിലർ ഉദ്ഘാടനം ചെയ്യുന്നതിൽ എന്താണ് തടസ്സം? യാതൊരു തടസ്സമില്ല, ഏത് കൗൺസിലർക്കും ഉദ്ഘാടനം ചെയ്യാം. പക്ഷേ നഗരസഭയുടെ അധികാരികളെ അറിയിച്ചിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാൻ. ഇത് പെരിന്തൽമണ്ണ നഗരസഭയിലെ വർക്ക്സ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എന്നെയോ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഷാജിയെയോ അറിയിക്കാതെ കൗൺസിലർ പ്രാദേശികമായ ഏതാനും ലീഗിൻ്റെ പ്രവർത്തകരെ കൂട്ടിയിട്ടാണ് ഉദ്ഘാടനം നടത്തിയത്. അതിന് ഞങ്ങളുടെ അംഗീകാരം വേണം. ഏതൊരു ഫണ്ടും ഏത് വകുപ്പാണോ അനുവദിക്കുന്നത് അതിൻ്റെ തലവനാണ് സാധാരണ ഉദ്ഘാടനം ചെയ്യാറ്. എന്തുകൊണ്ടാണ് ടൗൺ ഹാൾ മുതൽ 3 ഘട്ടങ്ങളിലായിട്ട് MLA അനുവദിച്ചിട്ടുള്ള റോഡുണ്ട്. 1ാമത്തെ റീച്ചിൻ്റെ ഉദ്ഘാടനം MLA നടത്തിയത്, 2ാം ഘട്ടവും MLA നടത്തിയിട്ടുള്ളത്. ഇതെല്ലാം ഈ പറഞ്ഞ കൗൺസിലറുടെ വാർഡിലൂടെ കടന്നു പോകുന്ന റോഡാണ്. എൻ്റെ MLA അനുവദിച്ച ഫണ്ടിലെ റോഡ് ഈ കൗൺസിലർ ഉദ്ഘാടനം ചെയ്യാമെന്ന് അയാൾക്ക് ഉദ്ഘാടനം ചെയ്യാമായിരുന്നല്ലോ. പിന്നെ ഒന്ന് അറിയിക്കാനുള്ളത്, സാധാരണഗതിയിൽ ഒരു നാഥൻ, ഒരു ഉത്തരവാദപ്പെട്ട ആളിരിക്കുമ്പോൾ എല്ലാവരും കൂടി ഇത് കൈകാര്യം ചെയ്യുന്നത്, നാട്ടിലൊരു പറയാറുണ്ട്, വാളെടുത്തവനെല്ലാം വിളിച്ചപ്പാടല്ല. അതാണ് ഒന്ന് പറയാനുള്ളത്. ഒന്നുകൂടി പറയാനുള്ളത്, കുറച്ച് ആധികാരികമായി പറയാനുള്ളത്, തല ഇരിക്കുമ്പോൾ വാലാടേണ്ടതില്ല എന്ന് തന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. പെരിന്തൽമണ്ണ നഗരസഭ പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് നമ്മളോട് സംസാരിച്ചൊരു കാര്യമുണ്ട്. രാവിലെ നടന്ന ഉദ്ഘാടനത്തിന് ബദലായിക്കൊണ്ട് വൈകിട്ട് ഒരു ഉദ്ഘാടനം നടത്തിയത് ഒരു ജനകീയ ചെയർമാന്റെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു. ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവാദപ്പെട്ടവർ അറിയാതെ രാവിലെ നടത്തിയത് എന്ന് പറയപ്പെടുന്ന ഉദ്ഘാടനം അതെങ്ങനെ ഉദ്ഘാടനമാവുക? അതൊരു പോക്രിത്തരന്നേ പറയാൻ പറ്റുള്ളൂ.
അതുകൊണ്ട് തന്നെയാണ് നഗരസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം വൈകുന്നേരം നടത്താൻ തീരുമാനിച്ചു. 2 കൗൺസിലർമാരെയും വിവരമറിയിച്ചു. 5 മണിക്ക് ബന്ധപ്പെട്ട പത്രപ്രവർത്തകരെ ആളുകളെല്ലാം വിളിച്ചറിയിച്ചു. ഔദ്യോഗികമായ ഉദ്ഘാടനം നടത്തി. അപ്പോൾ ഔദ്യോഗിക ഉദ്ഘാടനം നടന്ന് വൈകിട്ടാണ്. രാവിലെ ഏതോ കുറച്ച് ആളുകൾ മുസ്ലിം ലീഗിൻ്റെ ഏതാനും പ്രവർത്തകർ ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു ഗോഷ്ഠി മാത്രമാണ്. അതിന് ഉദ്ഘാടനം എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. ഉദ്ഘാടനം നടന്ന് വൈകിട്ട് 5 മണിക്കാണ്. വൈകിട്ട് നടന്ന ഔപചാരികമായ ഉദ്ഘാടനത്തിന് 3-ാം വാർഡ് മെമ്പർ താമരത്ത് സലീമിനെ ക്ഷണിച്ചിരുന്നു. അദ്ദേഹം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ഉച്ചയ്ക്കാണ് പെരിന്തൽമണ്ണ നഗരസഭ ഔദ്യോഗികമായി ഉദ്ഘാടനം നടത്തണം തീരുമാനിക്കുന്നത്. അറിഞ്ഞ ഉടനെ തന്നെ, തീരുമാനിച്ച ഉടനെ തന്നെ 2 കൗൺസിലർമാരെയും സക്കീർ ഹുസൈനെയും സലീമിനെയും വർക്ക്സ് ചെയർമാൻ എന്ന നിലയ്ക്ക് ഞാൻ നേരിട്ടാണ് വിളിച്ചത്. നിങ്ങൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അവർ പങ്കെടുക്കാമെന്നും എന്നോട് ഏറ്റതാണ്. 2-ാം വാർഡ് കൗൺസിലർ പങ്കെടുത്തു. ഇപ്പോഴും പെരിന്തൽമണ്ണ നഗരസഭയ്ക്ക് ഇതൊന്നൊരു വിവാദമായി കൊണ്ടടക്കാൻ ഒരാഗ്രഹമില്ല. 5 വർഷം പൂർത്തിയാക്കാൻ 1.5 മാസം കൂടിയേ ബാക്കിയുള്ളൂ. ഇതുവരെ ഒരു വിവാദങ്ങളും യാതൊരു പ്രശ്നത്തിൻ്റെ പേരിൽ അകത്തോ പുറത്തോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതും ഒരു വിവാദമാക്കി ഇതങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ആഗ്രഹമല്ല. അവിടുത്തെ ജനപ്രതിനിധി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വൈകാരികമായ പ്രവർത്തകരുടെ ഇടപെടലിൽ അദ്ദേഹം കീഴടങ്ങിപ്പോയതാണ്. അതിനങ്ങനെ കണ്ട് അത് അവസാനിപ്പിക്കുകയാണ് നല്ലത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ജനകീയ ഉദ്ഘാടനത്തിന് നേതൃത്വം നൽകിയ 3-ാം വാർഡ് മെമ്പർ താമരത്ത് സലീമും നഗരസഭാ പ്രതിപക്ഷ നേതാവ് പച്ചീരി ഫാറൂഖും നടത്തിയ വിമർശനങ്ങൾക്ക് മറുപടി ആയിക്കൊണ്ടാണ് കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. ഇതൊരു വലിയ വിവാദമായി തുടർന്നു പോകാൻ നഗരസഭ ഉദ്ദേശിക്കുന്നില്ലെന്നുകൂടി അദ്ദേഹം ഈ അവസരത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. പെരിന്തൽമണ്ണ നഗരസഭയിൽ നിന്നും ക്യാമറമാൻ KT പ്രമോദിനൊപ്പം അജ്നാസ് കൂടരഞ്ഞി, ചാനൽ 10 പെരിന്തൽമണ്ണ. വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്നഭവനങ്ങൾ പെരിന്തൽമണ്ണയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 18 നിലകളിലായി കൃത്യതയോടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത 2 and 3 ബെഡ്റൂം ഭവന സമുച്ചയം. അത്യാഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ. പെൻഡിയം ഹാർമണി ഹൈറ്റ്സ്, urban elegance, elevated living. പെരിന്തൽമണ്ണ, മലപ്പുറം. പെൻഡിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ്, കാലിക്കറ്റ്, ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ.